ഹോർമൂസ് ഇനി പഴയ പോലെ ആകില്ല എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. എന്നാൽ മാറ്റം ഹോർമൂസിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. പശ്ചിമേഷ്യ പോലും പഴയതുപോലെ ആകില്ല എന്നതാണ് വാസ്തവം. ഇറാൻ യുദ്ധം തുടങ്ങിയ ശേഷം ഗൾഫ് രാജ്യങ്ങൾ തമ്മിലെ ബന്ധങ്ങളിൽ മാറ്റമുണ്ടായി. അവർക്ക് അമേരിക്കയോടുള്ള വിധേയത്വത്തിലും വിശ്വാസത്തിലും കുറവുണ്ടായി. എന്തിന്? സൗദി അറേബ്യ ആണവശക്തിയുള്ള രാജ്യമാവുക പോലും ചെയ്യുന്നു. ഇറാനെ ആണവ പദ്ധതിയുടെ പേരിൽ ആക്രമിച്ച അതേ അമേരിക്ക സൗദിയെ ആണവ രാജ്യമാകാൻ സഹായിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതി ഊർജ ആവശ്യത്തിനാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ സൗദിക്ക് പ്രത്യേക ഊർജ ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഉയരുകയാണ്. ഉപരോധങ്ങൾ കാരണം ആവശ്യത്തിന് പണമോ മറ്റ് ഊർജ സംവിധാനങ്ങളോ ഇല്ലാത്ത ഇറാന് ആണവ പദ്ധതി ന്യായമാണ് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ പോലും പറയുന്നത്. പാശ്ചാത്യ ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹാശിസ്സുകളോടെ നിലകൊള്ളുന്ന സൗദിക്ക് എന്തിനാണ് ആണവ പദ്ധതി? ഇറാനെ പേടിച്ചാണ് സൗദിയും ആണവ വഴിയിൽ നീങ്ങുന്നത് എന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നു. അമേരിക്ക എത്ര ശ്രമിച്ചാലും ഇറാൻ ആണവായുധം വികസിപ്പിക്കുമെന്ന് സൗദി വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ആണവായുധം ഇല്ലാത്തതുകൊണ്ടാണ് ഇറാൻ തങ്ങളെ ആക്രമിക്കുന്നത് എന്നും സൗദി ചിന്തിക്കുന്നു. ആണവായുധമുണ്ടെങ്കിൽ ഇറാൻ ആക്രമിച്ചേക്കില്ല. കാരണം ആണവായുധം സൗദിക്ക് മേൽ ഇട്ടാലും അത് ഇറാനെയും നശിപ്പിക്കും. ഈ ഒരു കണക്കുകൂട്ടലിലാകണം സൗദി ആണവ പദ്ധതിയെക്കുറിച്ച് ഗൗരവതരമായി ചിന്തിച്ചത് എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. സിവിലിയൻ ആണവ പദ്ധതി വികസിപ്പിക്കാൻ ഒരു ഗൾഫ് രാജ്യത്തെ അനുവദിക്കുന്ന സുപ്രധാനമായ ഒരു കരാറിലാണ് അമേരിക്കയും സൗദി അറേബ്യയും ഒപ്പുവെച്ചത്. എണ്ണ സമ്പന്നമായ സൗദി അറേബ്യയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് 30 വർഷത്തെ ഈ കരാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് US ഊർജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പ്രസ്താവിച്ചിരിക്കുകയാണ്. സൗദിയുടെ ആണവോർജ പദ്ധതിയിൽ അമേരിക്കൻ കമ്പനികൾക്ക് മികച്ച പ്രവേശനം ഉറപ്പാക്കുന്ന സമാധാനപരമായ ആണവ സഹകരണ കരാർ എന്നാണ് ഈ ഇടപാടിനെ US ഊർജ വകുപ്പ് വിശേഷിപ്പിക്കുന്നത്. കരാറിലെ വ്യവസ്ഥകൾ പരസ്യമാക്കിയിട്ടില്ല എങ്കിലും ഭാവിയിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ സൗദി അറേബ്യയെ അനുവദിച്ചേക്കാമെന്ന് US മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ സാമ്പത്തിക പദ്ധതിയുടെ ഭാഗമായി വൈദ്യുതി ഉൽപ്പാദനത്തിനായി ആണവോർജം പ്രയോജനപ്പെടുത്താനാണ് ശ്രമം. ഇതിലൂടെ ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള എണ്ണയുടെ ഉപയോഗം കുറച്ച് കൂടുതൽ അളവിൽ എണ്ണ കയറ്റുമതി ചെയ്യാനും അതുവഴി വിൽപ്പന വർദ്ധിപ്പിക്കാനും സാധിക്കും. ഈ കരാർ നടപ്പിലാകുന്നതോടെ രാജ്യത്തിന്റെ ആണവ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അമേരിക്കൻ കമ്പനികൾക്ക് നിർണായക പങ്ക് ലഭിക്കുകയും അതേസമയം ചൈന, റഷ്യ തുടങ്ങിയ എതിരാളികൾക്ക് അവിടെ ചുവടുറപ്പിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്യും. 10,000 കോടി ഡോളർ മൂല്യമുള്ളത് എന്ന് കരുതപ്പെടുന്ന ഈ കരാർ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് ആവിഷ്കരിച്ച ഒരു പദ്ധതിയുടെ തുടർച്ചയാണ്. സൗദി അറേബ്യ ഇസ്രയേലുമായി ഔദ്യോഗിക ബന്ധം സ്ഥാപിക്കുന്നതിന് പകരമായി ആണവ സഹകരണത്തിന് അമേരിക്ക സമ്മതിക്കുകയായിരുന്നു ആ പദ്ധതിയിലെ വ്യവസ്ഥ. ഹമാസ് ഒക്ടോബർ 7 നടത്തിയ ആക്രമണവും ഗാസയിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധവും ഇസ്രയേലും സൗദിയും തമ്മിലുള്ള ബന്ധം മോശമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രയേലുമായുള്ള കരാർ ഇല്ലാതെ ഇടപാടുമായി മുന്നോട്ടു പോകാനാണ് ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. സമ്പുഷ്ടീകരിക്കുന്ന യുറേനിയം വൈദ്യുത നിലയങ്ങളിൽ ഇന്ധനമായോ ആണവ ബോംബുകൾ നിർമ്മിക്കാനോ ഉപയോഗിക്കാവുന്നതാണ്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം തടയാനാണ് അമേരിക്ക അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ ബങ്കർ ബസ്റ്റർ പോലുള്ള ബോംബുകൾ ഉപയോഗിച്ചത് എന്നത് വിരോധാഭാസമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൗദിയുമായുള്ള ഈ കരാർ വലിയ ചുവടുവെപ്പായിരിക്കും. പക്ഷേ അസ്ഥിരമായ പശ്ചിമേഷ്യയിൽ ആണവായുധ വ്യാപനത്തിനുള്ള സാധ്യത ഇത് സൃഷ്ടിച്ചേക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രാദേശിക എതിരാളിയായ ഇറാൻ ആണവായുധം സ്വന്തമാക്കിയാൽ തങ്ങൾക്കും ആണവായുധം ആവശ്യമായി വരുമെന്ന് സൗദി മുൻപ് വ്യക്തമാക്കിയത് ഇവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഈ ആശങ്കയെ അമേരിക്ക നേരിടുന്നത് സഹകരണ കരാറിനൊപ്പം ഒരു ഉഭയകക്ഷി സുരക്ഷാ ഉറപ്പ് നൽകൽ കരാറും ഒപ്പുവെച്ചുവെന്ന് പറഞ്ഞാണ്. ഊർജ്ജ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലുള്ള സഹകരണത്തിന്റെ തുടർച്ചയാണ് ഈ കരാർ എന്നാണ് സൗദി സർക്കാരിന്റെ വാദം. കഴിഞ്ഞ നവംബറിൽ സൗദി നേതാവ് വാഷിംഗ്ടൺ സന്ദർശിച്ചതിന് ശേഷമാണ് ഈ കരാർ നിലവിൽ വന്നത് എന്നുകൂടി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് ഈ പ്രഖ്യാപനം വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. യമനിലെ ഇറാന്റെ സഖ്യകക്ഷികളായ ഹൂത്തികൾ സൗദി അറേബ്യക്കെതിരെ നാവിക ഉപരോധം പ്രഖ്യാപിച്ച് 2 ദിവസത്തിന് ശേഷമാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. അമേരിക്കയുടെ ദീർഘകാല സഖ്യകക്ഷിയാണ് സൗദി അറേബ്യ. നിരവധി അമേരിക്കൻ സൈനിക താവളങ്ങൾ സൗദിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവ ഇറാന്റെ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നുമുണ്ട്.
ഈ പശ്ചാത്തലത്തിൽ അമേരിക്ക മുൻകൈയെടുത്താണ് കരാറിൽ എത്തിയത് എന്നതും സൗദിയുടെ സുരക്ഷാ ആശങ്കയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കയുമായി ചേർന്ന് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരിച്ച് ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ സൗദി അറേബ്യയെ അനുവദിക്കുന്നതാണ് ഈ ഒരു കരാർ. ഇറക്കുമതി ചെയ്ത ഇന്ധനത്തെ ആശ്രയിക്കാതെ സ്വയം ഇന്ധനം ഉൽപ്പാദിപ്പിക്കാനാണ് ശ്രമം. വൈദ്യുത നിലയങ്ങളിൽ ഇന്ധനമായും ആണവായുധങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കാവുന്ന യുറേനിയം ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റ് നിർമ്മിക്കുന്നത് അമേരിക്കയാണ്. ഇത് കോടിക്കണക്കിന് ഡോളറിന്റെ നേട്ടം അമേരിക്കയ്ക്കും ഉണ്ടാക്കിയേക്കാം. 2 വർഷം നീണ്ടു നിൽക്കുന്നതാണ് ഈ പഠനം. അത് പൂർത്തിയാകുമ്പോൾ സൗദിയിൽ ആഭ്യന്തരമായി ആണവ ഇന്ധനം സമ്പുഷ്ടീകരിക്കുന്നതിന് അനുമതി നൽകണമോ എന്ന് അമേരിക്കയ്ക്ക് തീരുമാനിക്കാം. അതായത് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടി വരുന്നത് ഡൊണാൾഡ് ട്രംപിന് ശേഷം പ്രസിഡന്റാകുന്ന ആൾക്കായിരിക്കും. എന്നാൽ അമേരിക്കയുടെ ശുഭാപ്തി വിശ്വാസമല്ല സുഹൃദ് രാജ്യമായ ഇസ്രയേലിനുള്ളത്. ഇസ്രയേലിലെ ആണവ വിദഗ്ധരും മുൻ ഉദ്യോഗസ്ഥരും ആശങ്കയിലാണ്. ഈ പദ്ധതി സൗദിയെ ആണവായുധം വികസിപ്പിക്കാൻ പ്രാപ്തമാക്കും എന്നത് തന്നെയാണ് കാരണം. എന്നിരുന്നാലും അത്തരമൊരു ഘട്ടത്തിലെത്താൻ പതിറ്റാണ്ടുകൾ വേണ്ടിവരുമെന്നും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് അതിനെതിരെ ശക്തമായ എതിർപ്പുണ്ടാകുമെന്നും അവർ ആശ്വസിക്കുകയും ചെയ്യുന്നു. ലോകമെങ്ങും ആണവ നിർവ്യാപനത്തിന് ശ്രമിക്കുന്ന അമേരിക്ക തന്നെ സൗദിക്ക് ആണവ സംവിധാനങ്ങൾ നൽകുന്നു എന്നത് പലരെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കെ തന്നെ അമേരിക്കയുടെ നിലപാട് എന്നത് നിലപാടില്ലായ്മയാണ് എന്ന് പലരും നേരത്തെ തന്നെ പരിഹസിച്ചതുമാണ്. ആണവായുധത്തിന്റെ പേരിൽ ഇറാനെ ആക്രമിച്ച അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ രണ്ടാമത്. 1-ാം സ്ഥാനത്തുള്ള റഷ്യയ്ക്ക് 5420 ആണവായുധമുള്ളപ്പോൾ അമേരിക്കയ്ക്കുള്ളത് 5042 എണ്ണമാണ്. ചൈനയ്ക്ക് 620 എണ്ണമുണ്ട്. ഇന്ത്യക്ക് 190ഉം പാകിസ്ഥാന് 170 എണ്ണവുമുണ്ട്. സൗദി ആണവശക്തിയാകുന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഇസ്രയേലിനുമുണ്ട് 90 ആണവായുധം. മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഉത്തര കൊറിയയുടെ കൈവശമുള്ളത് 60 ആണവായുധമാണ്. നിലവിൽ 9 രാജ്യങ്ങൾക്കാണ് ആണവായുധമുള്ളത്. ഇറാൻ ആണവായുധമുള്ളതായി അറിവില്ല. അതുകൊണ്ട് അവരുടെ കൈവശം ആണവായുധം ഇല്ല എന്ന് പറയാനുമാകില്ല. റഷ്യയുടെയും ചൈനയുടെയും സഹായം ആവോളം കിട്ടുന്ന ഇറാന് സ്വയം വികസിപ്പിക്കാതെ തന്നെ ആണവായുധം ലഭിക്കുമെന്ന് പല പ്രതിരോധ വിദഗ്ധരും കരുതുന്നുമുണ്ട്. സൗദിയും കൂടി ആണവായുധം വികസിപ്പിച്ചാൽ പശ്ചിമേഷ്യയിലെ സമവാക്യം തന്നെ മാറിമറിയും. സൗദിയുമായുള്ള ആണവ കരാറിൽ ചില ആശങ്കകൾ പ്രതിരോധ ഊർജ്ജ മേഖലയിലെ വിദഗ്ധർക്കുണ്ട്. മുൻകാല ആണവ കരാറുകളിൽ ഉണ്ടായിരുന്ന മേൽനോട്ട സംവിധാനങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഈ കരാറിലില്ല. ഐക്യരാഷ്ട്രസഭയുടെ ആണവോർജ്ജ നിരീക്ഷണ സമിതിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അഥവാ IAEA കർശനമായ നിരീക്ഷണം സൗദി അറേബ്യയ്ക്ക് നേരിടേണ്ടി വരില്ല എന്നാണ് സൂചന. UAEയുമായി സമാനമായ ഒരു കരാറിൽ ഏർപ്പെട്ടപ്പോൾ ആണവ ഇന്ധനം സമ്പുഷ്ടീകരിക്കുകയോ ഉപയോഗിച്ച ആണവ ഇന്ധനം സംസ്കരിക്കുകയോ ചെയ്യില്ല എന്ന് UAE സമ്മതിച്ചിരുന്നു. ആണവോർജ്ജം ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് ബാധകമായ ഗോൾഡ് സ്റ്റാൻഡേർഡ് അഥവാ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള മാനദണ്ഡം സൗദി അറേബ്യയും US തമ്മിലുള്ള കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനെല്ലാം പുറമെ സൗദിക്ക് സ്വന്തമായി ആണവ പദ്ധതി നടപ്പിലാക്കാൻ അവസരമൊരുക്കുക വഴി സമാനമായ ശേഷി കൈവരിക്കാൻ പ്രദേശത്തെ മറ്റു രാജ്യങ്ങൾക്കും പ്രചോദനമാകും. ഇതൊരു മത്സരത്തിന് വഴിയൊരുക്കുമെന്നും വിമർശകർ വാദിക്കുന്നുണ്ട്. അമേരിക്കൻ കോൺഗ്രസിലെ ഡെമോക്രാറ്റ് പാർട്ടി അംഗങ്ങളും സമാനമായ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ കരാർ സ്വന്തം ആണവ പദ്ധതി പരിമിതപ്പെടുത്തുന്നതിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കുമെന്ന് സെനറ്റർ ക്രിസ് മർഫി പറയുന്നു. ഇത് പറയുമ്പോഴും കരാറിനെ തടയാൻ മർഫിക്കും കോൺഗ്രസിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും എളുപ്പമല്ല. കരാറിന്റെ അംഗീകാരത്തിനായി വരും ദിവസങ്ങളിൽ അത് കോൺഗ്രസിൽ സമർപ്പിക്കും. എന്നാൽ കരാർ തടയണമെങ്കിൽ കോൺഗ്രസ് ഒരു സംയുക്ത പ്രമേയം പാസാക്കണം. പോരാത്തതിന് പ്രസിഡന്റിന്റെ വീറ്റോ അധികാരം മറികടക്കാൻ 3/2 ഭൂരിപക്ഷം നേടുകയും ചെയ്യണം. നിലവിൽ ഇത് നടക്കാൻ സാധ്യത ഇല്ലെന്നാണ് നിഗമനം. അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ മാറിമറിയുകയാണ്.